നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ബ്രഹ്മിയെയാണ്. സ്ക്രോഫുലറേസിയ ഫാമിലിയിൽപ്പെടുന്ന ബ്രഹ്മിയുടെ ശാസ്ത്രീയ നാമം ബക്കോപ്പ മൊണേറെ എന്നാകുന്നു. ജലാശയങ്ങളുടെ തീരത്തും ചളി നിറഞ്ഞ പ്രദേശങ്ങളിലും ധാരാളമായി കാണുന്ന ഈ സസ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഈർപ്പത്തിൻ്റെ സാന്നിധ്യം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ സംസ്കൃതത്തിൽ ശീതകാമിനി എന്ന് ഈ സസ്യത്തെ വിശേഷിപ്പിക്കുന്നു. ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ബ്രഹ്മി ബുദ്ധി വളർച്ചയ്ക്കും ഓർമ്മശക്തിക്കുമാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. നിലം പറ്റി വളരുന്ന ഈ സസ്യം ഒരു ഏകവർഷി സസ്യമാണ്. ധാരാളം ഇലകളും ശാഖകളുമുള്ള ഈ സസ്യത്തിൻ്റെ ശാഖകൾ തണ്ടിൽ സമുഖമായി ക്രമീകരിച്ചിരിക്കുന്നു. പൂക്കൾക്ക് വെള്ളയോ ഇളം നീല നിറമോ ആണ് കാണുന്നത്. ബ്രഹ്മിനെയിൻ, എർപെസ്റ്റൈൻ എന്നിവയാണ് ഇതിലെ പ്രധാന രാസഘടകങ്ങൾ. ബ്രഹ്മിയുടെ കൂടുതലായിട്ടുള്ള ഔഷധ ഗുണങ്ങളെപ്പറ്റി ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതാണ്. ബ്രഹ്മി എല്ലാവർക്കും സുപരിചിതമാണ്. കുട്ടികളിലാണ് നമ്മളിത് കൂടുതലായിട്ട് പ്രയോഗിക്കുന്നത്. ഈ ചെറിയ കുട്ടികൾ 4 വയസ്സ് വരെയാണ് അവരുടെ ഈ ബ്രെയിൻ വളരുക. ഏറ്റവും പെട്ടെന്ന് വളരുന്ന ശരീരത്തിൻ്റെ ഒരു അവയവമാണ് ബ്രെയിൻ. ആ സമയത്ത് ഈ ബ്രഹ്മിയുടെ നീര് ഒരു ടീസ്പൂൺ എടുത്ത് 1/2 ടീസ്പൂൺ തേനും ചേർത്ത് ദിവസേന കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധി വളരെയധികം വർദ്ധിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ബ്രഹ്മി ഘൃതം, ബ്രഹ്മിദ്രാക്ഷാദി കഷായം, ഇതൊക്കെ ഈ ബ്രഹ്മി ചേർത്തുണ്ടാക്കുന്നതാണ്. കുട്ടികളാണ് ഏറ്റവും അധികം ഇതിൻ്റെ ഫലപ്രദമായ പ്രയോഗം. പിന്നെ വലിയ ആൾക്കാർക്ക് ഈ അപസ്മാരം എന്ന ഉന്മാദം അങ്ങനെ രോഗങ്ങളിലൊക്കെ ഈ ബ്രഹ്മി പാൽക്കഷായമായിട്ട് കൊടുക്കും. പിന്നെ ഇതിൻ്റെ ഒരു അത്ഭുത പ്രയോഗം ഈ ഉണങ്ങാത്ത വ്രണം, അതിൽ ഈ ബ്രഹ്മി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് അല്ലെങ്കിൽ കാച്ചിട്ട് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് അത് ഈ പുറമേ തേക്കുക. അല്ലെങ്കിൽ ബ്രഹ്മി തന്നെ കൽക്കമാക്കിയിട്ട് വലിയ മുറിയാണെങ്കിൽ അതിൽ വെച്ച് ബാൻഡേജ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും. ഇങ്ങനെ 2 പ്രയോഗങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം ഇതിൽ ബുദ്ധി വളരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബുദ്ധി വളരാന്നുണ്ടെങ്കിൽ ഒരു അത്ഭുതം, അത് ആ ബ്രെയിൻ ടിഷ്യൂസിന്, നെർവസ് ടിഷ്യൂസിന് വളരെയധികം സ്റ്റിമുലേഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ ബ്രഹ്മി. അതുകൊണ്ട് തന്നെ വളരെ അധികമായിട്ട് ഇത് ഉപയോഗിക്കാനും പാടില്ല. അധികമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ നെർവസ് ടിഷ്യൂസിന് കൂടുതൽ സ്റ്റിമുലേഷൻ ഉണ്ടാകും, അതും കേടാണ്. അപ്പോൾ ഒരു വൈദ്യനിർദ്ദേശത്തിലൂടെ മാത്രമേ ഈ ബ്രഹ്മി പ്രയോഗിക്കാൻ പാടുള്ളൂ.